ഇച്ഛാധാരി നാഗം. ഇങ്ങോട്ട് നോക്കൂ സിംഹരാജാവേ, ആ മാനിന് വിട്ടേക്കൂ. വിടാനോ? കഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിനെ വേട്ടയാടിയത്. ഇന്നിതാണ് എന്റെ ഭക്ഷണം, മനസ്സിലായോ? അത്ര പെട്ടെന്ന് ഞാൻ ഇതിനെ നിനക്ക് വിട്ടുതരില്ല. കാരണം ഇത് എന്റെ സ്വന്തമാണ്, എന്റെ ഭക്ഷണമാണിത്. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയോ? ഞാൻ ആരാണെന്നറിയോ? ഞാനാണ് ഈ കാടിന്റെ രാജാവ്. ഞാനും ഈ കാടിന്റെ രാജാവാണെന്ന് നീ മറക്കണ്ട. നീ ഏത് കാട്ടിലെ രാജാവാണോ അവിടെ പോയി ഭരിക്കേ. ഇപ്പോഴിവിടുന്ന് പോ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇങ്ങോട്ട് നോക്കൂ. നീയും സിംഹം, ഞാനും സിംഹം. പിന്നെന്തിനാ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടുന്നത്? എങ്കിൽ ഈ മാനിനെ ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളൂ. പോവാനല്ലേ പറഞ്ഞത്? വിട്ടേക്കാം, വിട്ടേക്കാം. നോക്കൂ മഹാരാജാവേ, എനിക്ക് ജീവിക്കണമെന്നുണ്ട്. ആ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് നിങ്ങൾ ഭക്ഷിക്കാൻ പോവാണോ? അപ്പൊ ഞാൻ നിങ്ങളുടെ ഭക്ഷണമാവാൻ പോവാണോ മഹാരാജാവേ? ഞാൻ നിന്നെ ഭക്ഷിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഞാൻ സിംഹമല്ല, ഞാനൊരു നാഗമാണ്. എന്തൊക്കെയാ ഇത്? നിങ്ങളപ്പോ സിംഹമല്ലേ? ഞാനൊരു വേഷം മാറുന്ന നാഗമാണ്. ഞാൻ ഇവിടെ ഉള്ളതുവരെ ഇവിടെ ആരും ആരെയും വേട്ടയാടുവാൻ പാടില്ല. ഇവിടെയുള്ള ആർക്കും എന്ത് പ്രശ്നം വന്നാലും ഞാൻ അവരെ രക്ഷിക്കുവാൻ എത്തുന്നതായിരിക്കും. എനിക്കൊരു വലിയ ശക്തിയുണ്ട്. ഞാൻ എന്ത് വിചാരിച്ചാലും ഞാൻ അതുപോലെ മാറിത്തീരുന്നതായിരിക്കും. എന്റെ അടുത്തുള്ള ഒരു മന്ത്രം ഉപയോഗിച്ചാണ് ഞാൻ എല്ലാവരെയും രക്ഷിക്കുന്നത്. ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെയാണ് ആ സിംഹത്തിന്റെ അടുത്തു നിന്നും നിന്നെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് എന്നെ എല്ലാവരും വേഷം മാറുന്ന നാഗമെന്ന് വിളിക്കുന്നത്. ഇനി ഒരിക്കലും ആ സിംഹം നിന്റെ അടുത്തേക്ക് വരില്ല. ഇനി അഥവാ വന്നാൽ നിന്നെ രക്ഷിക്കുവാൻ ഞാൻ അവിടെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാനൊരു സിംഹത്തിനെ പോലെ വേഷം മാറിയത്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ എന്റെ രൂപം മാറ്റുന്നതായിരിക്കും. ദേ ഇതുപോലെ. അതിനുശേഷം ഈ കാര്യം കാട്ടുതീ പോലെ കാട് മുഴുവനും വ്യാപിച്ചു. കാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷമായ ആ നാഗം ഇച്ഛാധാരി നാഗമായി തിരികെ വന്നിരിക്കുന്നു. അതിന് ഏതു രൂപമായി വേണമെങ്കിലും മാറാൻ സാധിക്കും. അങ്ങനെ നമ്മെയെല്ലാം രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കാട്ടിലേക്ക് ഒരു വേട്ടക്കാരൻ എത്തി. അയാൾ പല മൃഗങ്ങളെയും പിടിച്ചു കൂട്ടിലാക്കി നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കണ്ടില്ലേ, ഇപ്പോഴെല്ലാ മൃഗങ്ങളും എന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ കാടിന്റെ രാജാവും ഇപ്പോൾ എന്റെ മാത്രം സ്വന്തമായിരിക്കുകയാണ്. ഇതിനെയൊക്കെ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റാൽ എനിക്ക് ഒരുപാട് കാശ് കിട്ടും. ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. തീർച്ചയായും കാടിന്റെ രാജാവിന് ഒരുപാട് കാശ് കിട്ടുന്നതായിരിക്കും. അതോർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണോ ഇവൻ? വിടാൻ പാടില്ല. ഞാൻ ഇവിടെ ഉള്ളതുവരെ ഇതിനൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെയും ജീവന്റെ സംരക്ഷണം എന്റെ കയ്യിലാണുള്ളത്. ഇത് അനുവദിക്കരുത്. കേട്ടില്ല നിങ്ങളൊക്കെ? നമ്മൾ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവാത്രേ. എടാ കാളി, ഡോളി എവിടെയാണുള്ളത്? ഇങ്ങോട്ട് നോക്കൂ. എല്ലാ മൃഗങ്ങളെയും വേഗം തുറന്നു വിട്ടേക്കൂ. എന്താ പറയുന്നത് ബോസേ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് എല്ലാ മൃഗങ്ങളെയും കൊണ്ടുപോയി വിൽക്കാൻ പോവാണെന്ന്? പിന്നെന്തിനാ ഇപ്പൊ തുറന്നു വിടാൻ പറയുന്നത്? എന്ത് പറ്റി? മിണ്ടിപ്പോവരുത്. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. തുറന്നുവിടെ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നോ അതോ എന്റെ തനി സ്വഭാവം പുറത്തെടുക്കണോ? സോറി ബോസേ. ചെല്ല്, വേഗം തുറന്നുവിട്. എല്ലാവരെയും തുറന്നുവിട്. ഇനി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ. നിങ്ങൾ എല്ലാവരെയും ഇനി ഞാൻ നോക്കിക്കോളാം. എന്റെ തീരുമാനം ഞാൻ മാറ്റിയിരിക്കുന്നു. തീരുമാനം മാറ്റിയെന്നോ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനെന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളല്ല. ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വേഷത്തിൽ വന്നത്, മനസ്സിലായോ? ഞാൻ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരനാണ്, വേഷം മാറി വരുന്ന നാഗം. ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ കാട്ടുരാജാവായ സിംഹത്തിന്റെ അടുത്ത് പോകുന്നതിന് പകരം നേരെ പാമ്പിനടുത്തേക്കാണ് വന്നത്. ഇത് കണ്ട് സിംഹത്തിന് വല്ലാത്ത അവമാനം തോന്നി. കാട്ടിന്റെ രാജാവ് താനും ഭരിക്കുന്നത് നാഗമോ? ഇത് സിംഹത്തിന് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു. അത് തന്റെ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടാക്കി. പറയൂ മഹാരാജാവേ, എല്ലാവരെയും എന്തിനാണ് വരാൻ പറഞ്ഞത്?
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു അത്. ഞങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ മഹാരാജാവേ. ഇനി നിങ്ങളെല്ലാവരും വളരെ സൂക്ഷിക്കണം. എന്റെ വേഷത്തിൽ വന്ന് ആ വേഷം മാറി വരുന്ന നാഗം നിങ്ങളടുത്തൊക്കെ സംസാരിക്കുവാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ആരാണെന്നും ആ നാഗം ആരാണെന്നും മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്റെ വേഷത്തിലായിരിക്കും ആ നാഗം ചിലപ്പോൾ നിങ്ങളടുത്ത് വന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ അതിനെ ഓടിക്കണം. ഞങ്ങൾക്കറിയാം രാജാവേ. ഞങ്ങളുടെ രാജാവിനെ പോലെ വേഷമിട്ട് വന്നാൽ ഞങ്ങൾ അറിയാതെ പോകുമോ? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം രാജാവേ. ഔ, 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 ഔ. നോക്കൂ രാജാവേ, നമ്മൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ട് വന്നാ നമ്മൾ അവരെ ഒരിക്കലും വെറുതെ വിടരുത്. അവരെ ഇല്ലാതാക്കി കളയണം. എന്താണ് പറയുന്നത്? അതെ രാജാവേ, നിങ്ങളൊരു പഴഞ്ചൻ ആളാണല്ലോ. എന്താ ചെയ്യാ? നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കിയാലല്ലേ നമുക്ക് ഈ കാട്ടിൽ ധൈര്യത്തോടെ കറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം ആ നാഗത്തിന്റെ ജീവൻ അങ്ങ് എടുക്കണം. പിന്നീട് ഒരിക്കലും അതിന്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ലല്ലോ, അല്ലേ? പക്ഷേ ആ നാഗത്തിനെ കൊല്ലുവാൻ ഇവിടെയുള്ള ആർക്കാണ് ധൈര്യമുള്ളത്? ആരാണിത് ചെയ്യാ? നീ ഒന്ന് പറഞ്ഞേ. അതിനൊക്കെ നമ്മളടുത്ത് ആളുണ്ടെന്നേ. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ നാഗത്തിനെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ. ധൈര്യമായിട്ടിരിക്കൂ, ഞാൻ നോക്കിക്കോളാം. അതിന്റെ ശക്തി നമ്മൾ ആദ്യം ഇല്ലാതെയാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കേണ്ടത്. ഇനിയും നമ്മൾ ആ നാഗത്തിനെ വിട്ടാലുണ്ടല്ലോ, അത് ഈ കാടിന്റെ തന്നെ രാജാവായി മാറുന്നതായിരിക്കും. എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോ. അത് അപ്രകാരം തന്നെ ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഇച്ഛാധാരി നാഗം തന്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കീരി അതിനെ പിടിക്കുവാൻ തീരുമാനിച്ചു. നാഗത്തിന്റെ കഴുത്ത് കീരിയുടെ വായിലാവുകയും ചെയ്തു. അതിന് രക്ഷപ്പെടുവാനേ സാധിച്ചില്ല. അവിടെ തന്നെ നാഗം മരിച്ചു വീണു. നാഗം മരിച്ചത് കേട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ദുഃഖിതരായി. പക്ഷെ മുതല, സിംഹം, കരടി, കുറുക്കൻ ഇവരെല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. ഇനി എന്നെ എതിർക്കുവാൻ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ, അല്ലേ? ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതും. ഇനി എന്നെ തടയുവാൻ ആരും തന്നെയില്ല. പക്ഷേ സിംഹത്തിന്റെ ആ സന്തോഷം ഒരുപാട് കാലം ഉണ്ടായിരുന്നില്ല. പല കാലങ്ങളായി സിംഹത്തെ അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്ന വേട്ടക്കാരൻ സിംഹത്തെ മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന പല മൃഗങ്ങളെയും പിടിച്ച് കൂട്ടിലടച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കൂട്ടിലിട്ട് പൂട്ടുകയും ചെയ്തു. ഇനി നിങ്ങളെ രക്ഷിക്കുവാൻ ആരും തന്നെ വരില്ല. ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ കാട്ടിലെ രാജാവും ഇപ്പോഴെന്റെ കയ്യിലാണ്. ഞാൻ ഇതിനെയൊക്കെ കൊണ്ട് ഒരുപാട് കാശുണ്ടാക്കും. ഡോലിയ, മോളിയ, എല്ലാറ്റിനെയും കൊണ്ടുപോകണം. ഓക്കേ ബോസ്. കണ്ടില്ലേ, കേട്ടില്ലേ? നമ്മളെയൊക്കെ ഇവര് കൊണ്ടുപോയി വിൽക്കാൻ പോവാത്രേ. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മളിവര് വിടൂലേ? നമ്മൾ ശരിക്കും കുടുങ്ങിയോ? നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആകെ ഒരു സഹായം ആ വേഷം മാറി വരുന്ന നാഗമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സഹായിച്ചതും ആ നാഗം തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതില്ല. എന്ത് ചെയ്യാനാ? അത് മരിച്ചുപോയില്ലേ? ഇനി നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. നമ്മൾ ഇവരടുത്ത് പെട്ടത് തന്നെ. എല്ലാം തീർന്നു. ഇനി ഈ കാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയത്. ആ നാഗത്തിനെ നമ്മൾ ഒരിക്കലും കൊല്ലാൻ പാടില്ലായിരുന്നു. അതെ, നമുക്ക് നന്മ ചെയ്ത ആ നാഗത്തിനെ നമ്മൾ ഒരിക്കലും കൊല്ലുവാൻ പാടില്ലായിരുന്നു. തെറ്റിനുള്ള ശിക്ഷ നമ്മളൊക്കെ അനുഭവിച്ചല്ലേ മതിയാവൂ. ഇനി നമ്മുടെയൊക്കെ വീടായ ഈ കാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാം തീർന്നിരിക്കുന്നു.